ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേസ് ഗെയിമിംഗ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ എൻട്രി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ഇടുന്ന ഒരു ഫുട്ബോൾ ഗെയിം പ്ലേ ആണിത്. അപ്പോൾ ഇതാണ് EA സ്പോർട്സിൻ്റെ FC മൊബൈൽ 26 അപ്ഡേറ്റ് ആണിത്. ഞാനെന്തായാലും ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാണ്. കാരണം എന്താണ്, ഇത് ഡൗൺലോഡായി വരാൻ കുറേ നേരം ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ യൂസർ നെയിം മാത്രം ഒന്ന് അടിച്ചിട്ട് ബർത്ത് ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് ഞാൻ അതെന്തായാലും സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് ഡൗൺലോഡ് ആവാൻ കുറേ നേരം എടുക്കാറുണ്ട്. പിന്നെ ഫുട്ബോൾ ഗെയിം പ്ലേ ചെയ്യാനുള്ള ഒരു പ്രത്യേക കാരണം, ഇപ്പോൾ FIFA വേൾഡ് കപ്പൊക്കെ അടുത്തില്ലേ, അതുമായിട്ട് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ഫുട്ബോൾ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു ചെയ്യേണ്ടതൊക്കെ എല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കളിക്ക് നേരെ കിടക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ FC മൊബൈലിലേക്ക് ഹോമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. സോ ഇവിടെ ഫസ്റ്റ് തന്നെ വെൽക്കം ടു FC മൊബൈൽ. അപ്പോൾ കിക്ക് ഓഫ് ഗോ നൗ. പിന്നെ ഞാൻ ഈ പാട്ടൊന്ന് കുറച്ച് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് മ്യൂട്ട് ചെയ്തില്ല, ജസ്റ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം പ്ലേ കൺട്രോൾ പിന്നെ അവരൊക്കെ എന്താണ് ഹാവ് യു പ്ലേ സ്കിപ്പ് ദ ബേസിക്സ് ആൻഡ് ഗെയിം പ്ലേ കൺട്രോൾസ്. അപ്പോൾ ഞാൻ എന്തായാലും വെറുതെ ഒന്ന് ഗെയിം പ്ലേ കൺട്രോൾസിലേക്ക് ഒന്ന് കിടക്കുന്നുണ്ട്. കാരണം എന്തായാലും ഒരു ഗെയിം പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഗെയിം പ്ലേ കൺട്രോളിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. Okay, training. Let's begin with our first lesson, learning the basic gameplay controls. Okay, train. 20 ജമ്മിനാണ് കളി, ജംസിനാണ് കളി. ഞാനിത് മുമ്പും നല്ല എക്സ്പീരിയൻസാണ്. പക്ഷേ ഇപ്പോൾ കുറേ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചില്ല, വളരെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഈ സമയത്ത് കേട്ട് നമുക്ക് ഇതായാലും ഒരു ഗോൾഡൻ ചാൻസ് ആയിരിക്കും. ഓക്കെ, 100% കളി തുടങ്ങി, ലോഡായിട്ടുണ്ട്. ഓക്കെ, കളി തുടങ്ങി, നമുക്ക് കളിക്കാം. ഇതൊക്കെ അറിയാം. നമുക്ക് ഫസ്റ്റ് പോയിട്ട് നമ്മൾ അടിക്കണം, ഗോൾ അടിക്കണം. അതെ, ഷൂട്ട് ചെയ്ത് ഗോൾ അടിക്കണം. ഓക്കെ, അതങ്ങനെ ചെയ്തേക്കാണ്. സക്സസ്. അടുത്ത ലെവല് ഇവിടെ സ്റ്റാച്യൂസിനെയൊക്കെ ഒന്ന് മറികടന്നു. നമ്മളുടെ ബെല്ലിംഗോണിൻ്റെ വലിയ കാര്യമൊന്നുമില്ല. ബെല്ലിംഗോൺ പ്ലെയർ എയിം ആൻഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സക്സസ്. ഓക്കെ, അടുത്ത ലേൺ ടു സ്പ്രിൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് സ്പ്രിൻറ്റും സ്കില്ലൊക്കെ ഇട്ടിട്ട് പോകണം. ഞാൻ ഇപ്പോൾ തൽക്കാലം സ്കില്ലൊന്നും അങ്ങനെ ഇടുന്നില്ല, കാരണം ഇപ്പോൾ സ്കില്ല് ഇടേണ്ട അത്ര ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതും സക്സസ് ആയേക്കാണ്. അടുത്തത് ലേൺ ടു ഡിഫെൻഡ് ചെയ്യാൻ. ഇയാൾ തന്നെ ഓടി വരട്ടെ. ഇപ്പം അമർത്താം. തന്നെ എത്രേ ഉള്ളൂ. എനിക്കിത് മുമ്പേ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, സക്സസ്. ലേൺ ടു പാസ്. അടുത്ത് പാസ് ഇടാൻ. ഓക്കെ, അത് പഠിച്ചു. ത്രോ പാസ്. ഓക്കെ, അതും പഠിച്ചു. പാസ് ആൻഡ് ഷൂട്ട്. പാസ് ചെയ്തിട്ട് ഷൂട്ട് അടിക്കുക. പാസ് ചെയ്തു, ഷൂട്ട് അടിച്ചു, അത് ഗോളുമായി. ഓക്കെ, പാസ് ആൻഡ് ഷൂട്ട്. വീണ്ടും ശരി. ഓക്കെ, പാസ് ഇട്ടു, ഷൂട്ട് ഇട്ടു. യെസ്. ഓക്കെ, ബെല്ലിംഗോൺ, നമ്മളുടെ ബെല്ലിംഗം. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞേക്കണം. സക്സസ് ആയി. അങ്ങനെ കിക്ക് ഓഫ് പാക്ക് കിട്ടി. ടാപ്പ് ടു ഓപ്പൻ 20 ജംസ്. ഓക്കെ, അടുത്ത നമുക്ക് കളിയിലേക്ക് വേണം. അതെന്താണ്, ബിഫോർ ദ വാം അപ്പ് മാച്ച് ചൂസ് യുവർ ഫേവറേറ്റ്സ്. ടീമിനെ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇത് ഈ വർഷം വന്ന അപ്ഡേറ്റ് ആണ്. ഞാൻ പോർച്ചുഗൽ ഫാനാണ്. പോർച്ചുഗൽ ഫാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ്, അർജൻറ്റീന ഫാൻസ് ലൈക്ക്, ബ്രസീൽ ഫാൻസ് കമൻറ്റ്. ഓക്കെ,
എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം റൊണാൾഡോ ആണ്. അതന്നെ. ഓക്കെ നോ ചൂസ്. അയ്യോ ഞാൻ വായിച്ചില്ല അറിയാണ്ട്. ഓക്കെ എൻ്റർ യൂസർ നെയിം. ഓക്കെ ഇതാണ് ഏറ്റവും പാടുള്ള കാര്യം, യൂസർ നെയിം അടിക്കുക. ഞാനിപ്പോൾ അൽനാസർ അടിച്ചാലേ നോക്കണം. അതടിക്കാം. എനിക്ക് ശരിക്കും അതിൻ്റെ സ്പെല്ലിങ് കൃത്യമായിട്ട് അറിയില്ല, ജസ്റ്റ് വായിക്കാൻ പറ്റണ പോലെ അടിച്ചു വയ്ക്കുകയാണ്. അൽനാസർ. ഡൺ. കണ്ടിന്യൂ. ഓക്കെ അടുത്ത ക്ലെയിം. എത്ര ഈ FC മൊബൈൽ കുറേ കാര്യങ്ങൾ ക്ലെയിം ചെയ്യാനുണ്ട് ഗൈസ്. ഓക്കെ പോർച്ചുഗലിൻ്റെ ലോഗോ. ഓക്കെ ഇതിൽ നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ പോർച്ചുഗലത്തെ എല്ലാ പ്ലെയേഴ്സിനെയും കിട്ടിയേക്കാണ്. ഫസ്റ്റത്തെ 2024 5ത്തെ FC മൊബൈലിൽ ഇങ്ങനത്തെ ഒന്നും ക്വാളിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതൊക്കെ വന്നത്. ഓക്കെ നമുക്ക് ഇനി ക്ലബ്ബിൽ പോകാം. ഓക്കെ ക്ലബിലെത്തി. ഇനി നമുക്ക് ക്ലബ്ബെന്ന് പ്ലെയേഴ്സ് വേണമെങ്കിൽ മാറ്റി ശരിയാക്കാം. ഓക്കെ ഇനി നമ്മളെ ക്ലബ്ബ് ശരിയാക്കണം. ഞാനങ്ങനെ ഇയാളെ എടുത്ത് വെച്ചേക്കണം, ഇവർ പറയണ പോലെ വെച്ചു. ഇനി ഇതിൽ ഓട്ടോ ബിൽഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് തന്നെ. ഓക്കെ പോർച്ചുഗലത്തെ എല്ലാവരും വന്നു. ഒരു സ്ട്രൈക്കറായിട്ട് റൊണാൾഡോയുണ്ട്. ഓക്കെ ഇനി നമുക്ക് കിക്ക് ഓഫ് ചെയ്യാക്കി ഗോ നൗ. അവിടേക്കും കയറിയിരിക്കണം. ഓക്കെ ലെറ്റ്സ് ഗോ. പോർച്ചുഗൽ വേഴ്സസ് അർജൻറ്റീന ഗൈസ്. 500 ജംസിനാണ് കളിക്കാം, തീർച്ചയായും കളിക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ കളി തുടങ്ങിയിരിക്കുകയാണ്. റൊണാൾഡോ കിക്ക് ഓഫ് ഇടാൻ പോണ്. ഓക്കെ കിക്ക് ഓഫ് ഇടാം. പോർച്ചുഗൽ 4-3-3 അറ്റാക്ക്, 4-3-3 ഹോൾഡിങ്. ഓക്കെ കിക്ക് ഓഫ് ഇട്ടേക്കാണ്. ഇനി നമുക്ക് കളിക്കാം. ആദ്യം തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഗോൾ അടിക്കാം. എല്ലാവരും കട്ട ഒത്തി നിൽക്കുകയാണല്ലോ. അയ്യോ ഇങ്ങനെയൊക്കെ ഇട്ടു ഗൈസ്. ഓക്കെ വീണ്ടും പാസ് ഇട്ടേക്കാണ്. ഓക്കെ ഇട്ടു. ഗോൾ അടിക്കണം. ഗോൾ അടിച്ച്. ഇല്ലല്ല ശേഷടാ ഞാൻ വിചാരിച്ചു ഇപ്പം ഗോൾ അടിക്കുന്നു. ഓക്കെ ടാക്കിൾ. അടുത്തു. അയ്യോ ജസ്റ്റ് മിസ്. അയാളെന്തോ വേഗം വെട്ടിയില്ല. ഓക്കെ പാസ് ഇട്ട് കളിക്കണം, വേഗം കളിക്കണം. ഓക്കെ വീണ്ടും ഒരു പാസ്. ഇനി ഗോൾ അടിച്ചേ പറ്റൂ. അയ്യോ അടിക്കാനേ പറ്റുന്നില്ലല്ലോ ഗൈസ്. ഇല്ല. ഓക്കെ അങ്ങനെ വീണ്ടും നമുക്ക് തന്നെ കിട്ടിയേക്കാണ്. നേരെ പോവാം. ഓക്കെ പാസ് ഇട്ടു. വീണ്ടും ഒരു പാസ്. അടി ഗോൾ. ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഗൈസ് അടിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡോൻ്റെ നമ്പർ 14 എപ്പോഴാണ് ഗൈസ് ആയത് അറിഞ്ഞില്ലല്ലോ. ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഗോൾ. ഓക്കെ എന്നാലും റൊണാൾഡോൻ്റെ നമ്പർ 14 സമയം നമ്മളറിഞ്ഞില്ല കേട്ടോ. ഓക്കെ ടാക്കിൾ. ഓക്കെ അടുത്തേക്കാണ്. വേറെ പ്ലെയേഴ്സ് ഒന്നും മുമ്പിലില്ലല്ലോ. കയറി വാടാ. എന്നിട്ട് വേണം നിനക്കൊക്കെ പാസ് ഇട്ടേരെ. പാസ് ഇട്ടേക്കാണ്. അടിച്ച് ഗോൾ. വീണ്ടും ഒരു ഗോൾ അടിച്ചേക്കാണ്. ഇതാണ് പെഡ്രോ നെട്ടോ. 9ാം കളിക്കാരനാണ്. എങ്ങനെയാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ? ഗോൾ. ഓക്കെ അതിപ്പോൾ നമ്മൾ 2 മുട്ട എടുത്തേക്കാണ്. അവരങ്ങനെ ടച്ചിട്ടു. വെട്ടിയെടുക്കാൻ പോണ്. മിസ്സായി. ഇതും വെട്ടി. മിസ്സായി. എടുത്തറ പ്രാവശ്യം എടുത്തറ. ജസ്റ്റ് മിസ്. പാസിട്ട്. 3 പ്രാവശ്യമാണ് നമ്മളെ പാസിട്ട് തോന്നുന്നു. ഓക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇട്ടത്. ഇപ്പോൾ പാസിട്ടു.
ഓക്കെ ഓക്കെ ഈ ഓ ഫസ്റ്റ് ആരാണോ പാസ് ഇട്ട് അവൻ എന്നെ അടിച്ചേക്കണം. ഓക്കെ ബെർണാർഡോ സിൽവ ആണ് അടിച്ചിരിക്കുന്നത്. ഇയാൾ ആരാണെന്നും കൂടി എനിക്കറിയില്ല ഗൈസ്. പക്ഷേ അയാളിട്ട ഒരു സ്കില്ല് കണ്ടില്ലേ, റോബോട്ട് ഡാൻസ് കളിക്കണ പോലെ, അയാൾ ആ ഒരു ഇതിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെയാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ തൊട്ടപ്പുറത്തേലുണ്ടായിരുന്നു. ഓക്കെ കളി കഴിഞ്ഞു, ഫുൾ ടൈം 4 പൊട്ടിച്ചു ഗൈസ്. യെസ് അതന്നെ. അല്ലെങ്കിലും നമ്മൾ കളിക്കാറുള്ള കളികളൊക്കെ ജയിക്കാറന്നെ ഉള്ളൂ, അല്ല പിന്നെ. അങ്ങനെ ഇപ്പം നമ്മൾ പോർച്ചുഗലിനെ ഒരു വിജയം നേടിക്കൊടുത്തേക്കാണ്. ഇന്ന് ഞാൻ ഒരുപാട് ലോങ് ആക്കുന്നില്ല, ഇപ്പോൾ തന്നെ ലോങ് ആയി. ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 4 പൊട്ടിച്ചിട്ടുണ്ട്. അടുത്തൊരു കിടിലം കളിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.